ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല കേട്ടത്, പക്ഷേ കുറേ ആൾക്കാരുടെ റിക്വസ്റ്റാണ് ഇത് ചെയ്യണം എന്നുള്ളത്. കുറേ ആൾക്കാരെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആരും കമൻറ്റിലൊന്നും പറഞ്ഞതല്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. പോവാം. രാവിലെ എണീറ്റാൽ ചായ കുടിക്കുന്ന സ്വഭാവമൊന്നുമില്ല കേട്ടോ, വെള്ളമാണ് കുടിക്കുക. പിന്നെ ചായ കുടിക്കച്ചാൽ കുടിക്കുകയല്ല. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരികയാണെങ്കിൽ ചിലപ്പോൾ കുടിക്കും കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി കുടിക്കാൻ മടിയാണ്, അപ്പോൾ കുടിക്കാറൊന്നുമില്ല. കൂടുതലും ചായ കുടിക്കാറില്ല. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെയാണ് ചായ കുടിക്കുക. അപ്പം ചെറുതായിട്ട് സൈക്കിൾ എടുത്തിട്ടൊന്ന് കർമ്മ വരെ പോകാറുണ്ട്. ചെറിയൊരു എക്സസൈസ്, പിന്നെ ചെറുതായിട്ട് യോഗയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ, കൂടുതലും ഉണ്ടാവും. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കാരണമൊക്കെ ആകുമ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ കർമ്മയിൽ വന്നാൽ അത്ര പെട്ടെന്ന് പോകാൻ തോന്നില്ല, കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ ഇരിക്കാൻ തോന്നും. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകൂട്ടാ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ദോശ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ദോശ. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. പക്രു അവൾക്ക് എന്താണെങ്കിലും ഉള്ളിച്ചമ്മന്തി നിർബന്ധമാണ്. ഉള്ളിച്ചമ്മന്തി പറയുമ്പോൾ ചെറിയ ഉള്ളിയായിട്ടല്ല, വലിയ ഉള്ളിയായിട്ടാണ് അവൾ ഉണ്ടാക്കുക. അപ്പോൾ അവൾക്ക് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ദോശമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ 2-3 ദിവസത്തേക്ക് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞാനിതിൽ മൊത്തത്തിൽ ഉപ്പിടില്ല, കുറച്ചെടുത്തിട്ട് ഇന്നേക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് അതിലേ ഉപ്പിടുള്ളൂ. ഇപ്പോൾ പക്രുവിനെ വിളിക്കാനുള്ള അയൽവാസിക്കുട്ടി വന്നിട്ടുണ്ട്, ലച്ചു. ഇവരൊരുമിച്ചാണ് സ്കൂളിൽ പോവുക.
മോള് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അത്. ഫ്രണ്ട്സിനായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിളിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ളൊരു സമയമാണത്. പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ചില സമയങ്ങളിൽ നീണ്ടുപോകും, ചിലപ്പോൾ പെട്ടെന്ന് കഴിയും. കാരണം പുറത്ത് പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണീക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. ഈ സമയത്ത് എഡിറ്റിങ്ങോ അങ്ങനെയുള്ളതൊന്നും ചെയ്യില്ല. മെസ്സേജുകളൊക്കെ നോക്കും, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കടയിലൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ചാറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ചില ദിവസങ്ങളിൽ ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ. നേരത്തെ തന്നെ എങ്ങനെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അങ്ങനെ പോവും. അപ്പോൾ ഇന്ന് ഷോപ്പിലൊന്ന് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ കടയിലൊക്കെ ഒന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ലഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. കാരണം എന്തായാലും പോയി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റാവും, അപ്പോൾ വരുമ്പോൾ കഴിക്കണ്ടേ. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോവുള്ളൂ. തുണികളൊക്കെ മടക്കാനുള്ളത് വൈകുന്നേരം ആയപ്പോൾ തലേ ദിവസം കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. അത് പിന്നെ വൈകിട്ട് എഡിറ്റിങ്ങിനൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം പോയത് കാരണം കൊണ്ട് അന്ന് മടക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കാലത്ത് ഫ്രീ ആയ ടൈമിലാണ് അത് മടക്കി വയ്ക്കുന്നത്. അതിലും ഇന്നലെ മടക്കി വയ്ക്കാൻ പറ്റിയിട്ടില്ല. ആ തുണികളൊക്കെ മടക്കി വയ്ക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. എഴുതി കൊടുത്തു. അപ്പൊ ദാ കത്ത് ഇവിടെ കിട്ടിയിട്ട് വീട്ടമ്മയായിട്ട് ഇരിക്കുന്നു അല്ലേ. അത് തന്നെ വലിയൊരു ജോലിയല്ലേ. അവരെ സ്കൂൾ ജോലി. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോവട്ടെ. അപ്പൊ നമ്മള് ചോദിച്ചിരിക്കുന്ന പറയും. തന്നെ കഴിക്കുക, പുറത്തുനിന്ന് വാങ്ങാന്ന് പറയുമ്പോ തന്നെ പേര്. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയി. കാറിൽ പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വാച്ചൊക്കെ ബാറ്ററിയൊക്കെ തീർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. ഒരു വാച്ച് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ബാറ്ററി ഒന്നും ശരിയാക്കേണ്ടി വന്നില്ല കേട്ടോ. അത് സ്റ്റിക്കർ ഊരിയപ്പോൾ തന്നെ ശരിയായി. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഗാലേജിലേക്കാണ് പോയത്. കുറച്ചധികം സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഗാലേജിൽ പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോണതെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളായിട്ട് വരും. പക്ഷേ ഇവരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ എടുക്കും. പിന്നെ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ചില സമയത്ത് ഞാൻ മിണ്ടാണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ കൊട്ട നിറയെ സാധനങ്ങളുമായി ഞാൻ ക്ഷീണിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടെന്നൊക്കെ പാത്രത്തിലൊന്നും ആക്കിയിട്ടില്ല.
വന്നപ്പോൾ ഊണ് കഴിക്കാനൊക്കെ ലേറ്റായ കാരണം പിന്നെ ഇത് എടുത്തു വയ്ക്കാനൊന്നും നിന്നില്ല. അപ്പം ഇനിയിപ്പോൾ വൈകിട്ട് ആയപ്പോഴാണ് അതിനായിട്ട് ഫ്രീ ആയിട്ട് സമയം കിട്ടിയത്. പകൽ പിന്നെ വൈകിട്ട് കുറച്ച് ചെടികളുടെ അടുത്തും പച്ചക്കറിയുടെ അടുത്തൊക്കെ ഇങ്ങനെ നടന്നാൽ അങ്ങനെ സമയം പോകും. അപ്പോൾ അതൊക്കെ ഇട്ട് വയ്ക്കാം, സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. പഞ്ചസാര ഒഴിവാക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, പക്ഷേ ഒഴിവാക്കാൻ പറ്റണില്ല. നമ്മളങ്ങനെയല്ലോ, ദോഷമാണെന്ന് അറിയെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടല്ലോ, അതിലത്തെ ഒരു കാര്യമാണിത്. ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, എന്തായാലും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, വാങ്ങിക്കുന്നതൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട്.